Hi students, welcome to my channel. ഇതിന് മുന്നേയുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് റവല്യൂഷൻസിനെ കുറിച്ചായിരുന്നു. ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് ഹിസ്റ്ററിയിലെ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഇൻട്രൊഡക്ഷൻ. അതിനുശേഷം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയാൻ പോകുന്നത് ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നതിനെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് പറയുന്നതിന് മുമ്പ് നമ്മൾ ഈ ചാനൽ ഇഷ്ടമായാൽ, വീഡിയോസൊക്കെ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. ദ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ റിനൈസൻസിൻ്റെ ഒക്കെ ഇൻഫ്ലുവൻസ് കൊണ്ട് ആളുകളിലൊക്കെ ഒരു ചിന്താബോധം എല്ലാം അവർ വളർന്നു വന്നു. അങ്ങനെയാണ് അവരതിനെ പ്രൊട്ടസ്റ്റ് ചെയ്യാം എന്നുള്ള രീതിയിൽ എത്തിയത്. അപ്പോൾ അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് അതിൻ്റെ സ്ലോഗൻ എന്ന് പറയുന്നത് നോട്ട് ടാക്സേഷൻ വിതൗട്ട് റെപ്രസെൻറ്റേഷൻ എന്ന് പറഞ്ഞാൽ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അതായിരുന്നു അവരുടെ സ്ലോഗൻ. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, ദിസ് വാസ് എ സ്ലോഗൻ ദാറ്റ് thundered along different parts of North America in the second half of the 18th century. അപ്പോൾ ഈ സ്ലോഗനാണ് 18th സെഞ്ച്വറിയിൽ നോർത്ത് അമേരിക്കയിൽ തണ്ടേർഡ് എന്ന് പറഞ്ഞാൽ അത്രയും മുഴങ്ങി കേട്ടിരുന്ന ഒരു സ്ലോഗൻ എന്ന് പറയുന്നത് നോ ടാക്സേഷൻ വിത്തൗട്ട് റെപ്രസെൻറ്റേഷൻ. അപ്പോൾ അതുകൊണ്ട് അവർ അർത്ഥമാക്കുന്നത് അവരുടെ ആളുകൾക്ക്, അതായത് അമേരിക്കൻസിന് ഒരു പ്രാതിനിധ്യം ഇല്ലാത്തത് കൊണ്ട് അവർ ടാക്സ് കൊടുക്കില്ല. അതാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദിസ് സ്ലോഗൻ വാസ് റേസ്ഡ് ബൈ ദ പീപ്പിൾ ഓഫ് അമേരിക്ക ആസ് എ പാർട്ട് ഓഫ് എ പവർഫുൾ അജിറ്റേഷൻ. അപ്പോൾ അമേരിക്കയിലെ ആളുകൾക്ക് മുഴുവൻ ആളുകളും ഇതിനെതിരായിരുന്നു ഈ ടാക്സിന്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടൊരു പവർഫുൾ അജിറ്റേഷൻ്റെ ഭാഗമായിട്ടുണ്ടായതാണ് ഈ ഒരു സ്ലോഗൻ എന്ന് പറയുന്നത്. ഫ്രം ദ 16th century onwards the Europeans began to migrate to North America. അപ്പോൾ 16th century മുതലാണ് ഇത് അമേരിക്കയിലേക്ക് യൂറോപ്യൻസിൻ്റെ ഒരു മൈഗ്രേഷൻ ഉണ്ടായിക്കൊണ്ടിരുന്നത്. ദ മേജർ എയിം ഓഫ് ദ മൈഗ്രേഷൻ വാസ് ടു എക്സ്പ്ലോയിറ്റ് ദ റിസോഴ്സസ്. അപ്പോൾ യൂറോപ്യൻസിൻ്റെ ആഗ്രഹം എന്താണ്? അവരെന്തിനാണ് വരുന്നത്, ഈ മൈഗ്രേറ്റ് ചെയ്യുന്നത്? അവർക്ക് അവിടെയുള്ള റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ റിസോഴ്സസ് എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ, ചൂഷണം ചെയ്യാൻ, എന്തൊക്കെ റിസോഴ്സസ് ഉണ്ടോ അതൊക്കെ ചൂഷണം ചെയ്യുക എന്നുള്ള ഒരു എയിമിലാണ് അവർ വരുന്നത്. ബൈ ദ 18th century ഇംഗ്ലണ്ട് ഹാഡ് എസ്റ്റാബ്ലിഷ്ഡ് 13 കോളനീസ് ഇൻ ദ ഈസ്റ്റേൺ കോസ്റ്റ് ഓഫ് നോർത്ത് അമേരിക്ക. അപ്പോൾ അങ്ങനെ മൈഗ്രേറ്റ് ചെയ്തതിന് ശേഷം അവർ ഈ അമേരിക്കയിൽ കുറേ കോളനീസ് ഉണ്ടാക്കുകയാണ് ചെയ്തത്. 13 കോളനീസ് അവർ നോർത്ത് അമേരിക്കയിൽ ഉണ്ടാക്കിയിരുന്നു അപ്പോഴേക്കും. ഇനി നെക്സ്റ്റ് പേജിൽ ഒരു ബോക്സ് കണ്ടില്ലേ, അതിൽ മൈഗ്രേഷൻ ടു അമേരിക്ക എന്ന് പറയുന്നത് അത് എക്സ്റ്റൻഡഡ് റീഡിങ്ങിനുള്ളതാണ്. അപ്പോൾ നിങ്ങൾ വായിക്കുക. അതിൽ പറയുന്നത് ക്രിസ്റ്റഫർ കൊളംബസ് എ സെയിലർ ഓഫ് സ്പാനിഷ് ഗവൺമെൻറ് റീച്ച്ഡ് നോർത്ത് അമേരിക്ക ഇൻ 1942. നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ ക്രിസ്റ്റഫർ കൊളംബസിനെ കുറിച്ച്. അദ്ദേഹം വന്നത് നോർത്ത് അമേരിക്കയിലെത്തിയത് 1492 ഹി കോൾഡ് ദ ഇൻഡിജിനസ് പീപ്പിൾ ആസ് ഇന്ത്യൻസ്. അപ്പോൾ അവിടെയുള്ള ക്രിസ്റ്റഫർ കൊളംബസ് വിചാരിച്ചത് അത് ഇന്ത്യ എന്നാണെന്ന് വിചാരിച്ചു. അപ്പോൾ അമേരിക്കയിലുള്ള ആളുകളെ ഇൻഡിജിനസ് പീപ്പിൾ എന്ന് പറഞ്ഞാൽ അവിടെയുള്ള ആളുകൾ അദ്ദേഹം വിളിച്ചിരുന്നത് ഇന്ത്യൻസ് എന്നാണ് തെറ്റിദ്ധരിച്ചിട്ട്. ഹി തോട്ട് ദാറ്റ് ദ പ്ലേസ് ഹി റീച്ച്ഡ് വാസ് ഇന്ത്യ എന്ന് തെറ്റിദ്ധരിച്ചു. ലേറ്റർ ദേ വർ നോൺ ആസ് the Red Indians. The earlier colonies in America were established by a group of people who exiled to America from the religious persecution of the King of England in the 17th century on a ship called Mayflower. അപ്പോൾ 16th സെഞ്ച്വറിയിൽ അമേരിക്കയിലേക്ക് വീണ്ടും ഒരു ഗ്രൂപ്പ് ആളുകൾ വന്നു. അത് എവിടെ നിന്നാണ് വന്നത്? ഇംഗ്ലണ്ടിൽ നിന്നുള്ള രാജാവിൻ്റെ പീഡനങ്ങൾ, അതായത് മതപരമായിട്ടുള്ള പീഡനങ്ങൾ സഹിക്കാൻ വയ്യാതെ അവരെ അവിടുന്ന് നിർബന്ധിച്ച് പറഞ്ഞയച്ചു, ഇംഗ്ലണ്ടിൽ നിന്ന് പറഞ്ഞയച്ചു. അവരും വന്നത് അമേരിക്കയിലേക്കാണ്. അപ്പോൾ ആ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ പറയുന്നത് ദേ വെർ നോൺ ആസ് ദ പിൽഗ്രിം ഫാദേഴ്സ് എന്നാണ് അവരറിയപ്പെട്ടിരുന്നത്. മെയ്ഫ്ലവർ എന്നുള്ള ഷിപ്പിലാണ് അവർ അമേരിക്കയിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. വിത്ത് ദ ഇൻക്രീസ് ഓഫ് ഇൻ യൂറോപ്യൻ മൈഗ്രേഷൻ റെഡ് ഇന്ത്യൻസ് വെർ ഡിസ്പ്ലേസ്ഡ് ടു ദ ഇൻറ്റീരിയേഴ്സ്. അപ്പോൾ റെഡ് ഇന്ത്യൻസ് എന്ന് പറഞ്ഞാൽ അവിടെ അമേരിക്കയിൽ ഉണ്ടായിരുന്ന ആളുകൾ, പണ്ട് ജീവിച്ചിരുന്ന ആളുകൾ. അപ്പോൾ ഒരുപാട് ഇൻക്രീസ് ഉണ്ടായി, അതായത് യൂറോപ്പ്
ഷിപ്പിലെ ആളുകളുടെ കുടിയേറി പാർത്തതുകൊണ്ട്, അതായത് അവരുടെ മൈഗ്രേഷനിൽ ഒരുപാട് ഇൻക്രീസ് ഉണ്ടായതുകൊണ്ട് ഇവർക്കൊന്നും പ്രാധാന്യമില്ല, അതായത് ഒരു ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടു. The Europeans seized their land and flock of sheep. അപ്പോൾ യൂറോപ്യൻസ് അവരുടെ എല്ലാം ഷീപ്പ്, ആടുകൾ, അവരുടെ എന്തൊക്കെ ഉണ്ടോ അതെല്ലാം പിടിച്ചെടുത്തു. അതാണ് ആ ബോക്സിൽ പറയുന്നത്. ഇനി അതിന് താഴെ പറയുന്നത് മെർക്കന്റിലിസം എന്താണ് അതിനെക്കുറിച്ചാണ്. The British treated the American colonies as centers for collecting raw materials for their industry and as market for selling their products. അപ്പോൾ ബ്രിട്ടീഷുകാർ അവരുടെ പ്രോഡക്റ്റിനുള്ള, അവരുടെ കുറേ ഇൻഡസ്ട്രീസൊക്കെ ഉണ്ടല്ലോ, അതിലേക്കുള്ള പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കാനുള്ള റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്യാൻ വേണ്ടി, അതായത് റോ മെറ്റീരിയൽസ് പറഞ്ഞാൽ അസംസ്കൃത വസ്തുക്കൾ, അതൊക്കെ കളക്ട് ചെയ്യാൻ വേണ്ടിയും അതുപോലെ അവരുടെ പ്രോഡക്റ്റുകൾ ഉണ്ടാക്കി അത് വിൽക്കാനുള്ള ഒരു കേന്ദ്രം മാത്രമായിട്ട് ഇവരെ ഈ അമേരിക്കൻ കോളനീസിനെ കണ്ടുകൊണ്ടിരുന്നു അന്നത്തെ ആ സമയത്ത്. ദിസ് പോളിസി ഇംപ്ലിമെൻറ്റഡ് ബൈ ദ ബ്രിട്ടീഷ് മെർച്ചൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദെയർ മദർലാൻഡ് ഇൻ ദ അമേരിക്കൻ കോളനീസ് ഈസ് നോൺ ആസ് മെർക്കന്റിലിസം. അപ്പോൾ ഈ ഒരു പ്രക്രിയയാണ്, അല്ലെങ്കിൽ ഈ ഒരു പോളിസീനെയാണ് എന്ത് പറയുന്നത്, മെർക്കന്റിലിസം എന്ന് പറയുന്നത്. അതായത് ബ്രിട്ടീഷുകാർ അമേരിക്കൻ കോളനിയിലുള്ള ആളുകളെയും അല്ലെങ്കിൽ അമേരിക്കൻ കോളനിയെ അവരുടെ പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള റോ മെറ്റീരിയൽസ്, അസംസ്കൃത വസ്തുക്കൾ കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു സെൻ്ററായിട്ടും അവരുടെ ഇങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള പ്രൊഡക്റ്റ് വിൽക്കാനുള്ള ഒരു കേന്ദ്രമാക്കി മാത്രം കണ്ടിരുന്നു. ഇങ്ങനെയൊരു പ്രവൃത്തിയെയാണ് മെർക്കന്റിലിസം എന്ന് പറയുന്നത്. As a part of mercantilism, several laws were implemented in the British colonies. അപ്പോൾ ഇങ്ങനെ ഒരു മെർക്കന്റിലിസം വന്നതുകൊണ്ട് കുറേ ലോസും അവിടെ ഇംപ്ലിമെൻ്റ് ചെയ്തു വരും ബ്രിട്ടീഷുകാർ. സോ ഇവിടെ നമുക്കൊരു ക്വസ്റ്റ്യൻ കണ്ടുപിടിക്കാം. നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യനും അതിൻ്റെ ആൻസറും കിട്ടാനുണ്ട്. അപ്പോൾ അത് ക്വസ്റ്റ്യൻ ഈസ്, വാട്ട് ഈസ് മെർക്കന്റിലിസം? വാട്ട് ഈസ് മെർക്കന്റിലിസം? അപ്പോൾ നിങ്ങൾ പേനയും ബുക്കും ഒക്കെ എടുത്ത് റെഡി ആയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് എഴുതാം, വാട്ട് ഈസ് മെർക്കന്റിലിസം? ദ ആൻസർ ഈസ്, ദ ബ്രിട്ടീഷ് ട്രീറ്റഡ് ദ അമേരിക്കൻ കോളനീസ് ആസ് centers for collecting raw materials for their industry and as market for selling their products. This policy implemented by the British merchants with the help of their motherland in American colonies is known as mercantilism. അതുവരെയാണ് അതിൻ്റെ ആൻസർ വരുന്നത്. നോടി വായിക്കാം. The British treated the American colonies as centers for collecting raw materials for their industry and as market for selling their products. This policy implemented by the British merchants with the help of their motherland in the American colonies is known as mercantilism. Okay, next topic ഈസ് മെർക്കന്റിലിസ്റ്റ് ലോസ്. അപ്പോൾ മെർക്കന്റിലിസം നേരത്തെ പറഞ്ഞല്ലോ, അതുമായി ബന്ധപ്പെട്ടുള്ളതാണ് മെർക്കന്റിലിസ്റ്റ് ലോസ്. എന്താണെന്ന് നോക്കാം. The goods to and from the colonies must be carried only in British ships or ships built in the British colonies. അപ്പോൾ ഈ സാധനങ്ങൾ, ഇവർ പ്രോഡക്റ്റ്സ് ഒക്കെ ഉണ്ടാക്കുമല്ലോ, അപ്പോൾ ആ സാധനങ്ങൾ ഇറക്കുമതിയും കയറ്റുമതിയൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തുണ്ട്, ഷിപ്സ് ഉണ്ടാവും. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ അങ്ങോട്ട് എക്സ്പോർട്ട് ചെയ്യുന്നതൊക്കെ ബ്രിട്ടീഷ് ഷിപ്സിൽ മാത്രമായിരിക്കണം, അല്ലെങ്കിൽ ബ്രിട്ടീഷ് കോളനികളിൽ നിർമ്മിച്ചിട്ടുള്ള ഷിപ്പിൽ മാത്രമായിരിക്കണം എന്നാണ് അതിൽ പറയുന്നത്. പിന്നെ പ്രോഡക്ട്സ് ഓഫ് ദ കോളനീസ് ലൈക്ക് ഷുഗർ, വൂൾ, കോട്ടൺ, ടൊബാക്കോ എക്സെട്ര കുഡ് ഓൺലി ബി എക്സ്പോർട്ടഡ് ടു ഇംഗ്ലണ്ട്. ഇവരുണ്ടാക്കിയിരുന്ന അത് എവിടെയാണ് ഉണ്ടാക്കുന്നത്, അമേരിക്കൻ കോളനീസിൽ. അപ്പോൾ ആ സാധനങ്ങൾ എന്ത് ചെയ്യണം, ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ എക്സ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പിന്നെ അവർ പറഞ്ഞത്. അതായത് എന്തൊക്കെ പ്രോഡക്ട്സ് ലൈക്ക് ഷുഗർ, പഞ്ചസാര, വൂൾ, കമ്പിളി, അതുപോലെ കോട്ടൺ, പരുത്തി, ടൊബാക്കോ, പുകയില, ഇങ്ങനെയുള്ള ഉൽപ്പന്നം, അത് മാത്രമല്ല കുറേ വേറെ ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്, അതൊക്കെ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ എക്സ്പോർട്ട് ചെയ്യാൻ പാടുള്ളൂ എന്നാണ് പിന്നെ പറയുന്നത്. ബ്രിട്ടീഷ് സ്റ്റാമ്പ് മസ്റ്റ് ബി affixed on all legal documents, newspapers, pamphlets, license, etc.
അപ്പോൾ എന്ത് ഡോക്യുമെൻ്റ് ആയാലും, അതായത് ലീഗൽ ഡോക്യുമെൻ്റ് ആവട്ടെ, ന്യൂസ് പേപ്പർ ആവട്ടെ, ലൈസൻസ് ആവട്ടെ, ലേഖനങ്ങൾ എന്താണെങ്കിലും അതിലെല്ലാം ബ്രിട്ടീഷിൻ്റെ ഒരു സ്റ്റാമ്പ് നിർബന്ധമായിരുന്നു. അതാണ് അടുത്തത് പറയുന്നത്. ഈ നിയമത്തിൽ പറയുന്നത് അതാണ്. കോളനീസ് മസ്റ്റ് പ്രൊവൈഡ് ഫുഡ് ആൻഡ് ക്വാർട്ടേഴ്സ് ഫോർ ദ ബ്രിട്ടീഷ് ട്രൂപ്സ് വിച്ച് വെർ മെയിൻറ്റെയിൻഡ് ഇൻ ദ കോളനീസ്. അപ്പോൾ ഈ ഇംഗ്ലണ്ടിലെ ബ്രിട്ടീഷിൻ്റെ ഗ്രൂപ്പുകൾ ഉണ്ടാവുമല്ലോ അവിടെ ഈ കോളനീസിലൊക്കെ, അവർക്കൊക്കെ ഈ കോളനിക്കാർ തന്നെ ഫുഡും എല്ലാം ക്വാർട്ടേഴ്സ്, ഭക്ഷണമായാലും അവർക്ക് താമസ സൗകര്യമൊക്കെ ഏർപ്പെടുത്തണം എന്നാണ് അടുത്തതായിട്ട് അവർ പറയുന്നത്. ഇനി പറയാൻ പോകുന്നത് ഇമ്പോർട്ട് ടാക്സ് മസ്റ്റ് ബി പെയ്ഡ് ഫോർ ദ ഇമ്പോർട്ട് ഓഫ് ടീ, ഗ്ലാസ്, പേപ്പർ എക്സെട്ര. അപ്പോൾ കുറേ സാധനങ്ങൾ ഇറക്കുമതി ചെയ്യുമല്ലോ അമേരിക്കയിലേക്കൊക്കെ. അപ്പോൾ അതിന് ഇവർ ഇറക്കുമതി ചുങ്കം, അതായത് ഇമ്പോർട്ട് ടാക്സ് കൊടുത്തിരിക്കണം എന്നുള്ളതാണ്. ഇതൊക്കെയാണ് മെർക്കന്റിലിസ്റ്റ് ലോസിൽ പറയുന്നത്. ഈ നെക്സ്റ്റ് പേജിൽ പറയാൻ പോകുന്നത് ഇതുപോലെ നേരത്തെ പറഞ്ഞ പോലെ ഒരു ബോക്സിൽ കൊടുത്തിട്ടുണ്ട്, ബോസ്റ്റൺ ടീ പാർട്ടി. ദ ഹൈ ടാക്സ് ലെവിഡ് ബൈ ദ ബ്രിട്ടീഷ് ഗവൺമെൻറ് ഓൺ ടീ ഫയർഡ് അപ്പ് സ്ട്രോങ് പ്രൊട്ടസ്റ്റ് ഇൻ അമേരിക്ക. On 16th December 1773, a group of people disguised as the Red Indians boarded the ships at night in the Boston harbor and threw 342 chests of tea into the sea. This protest is known as the Boston Tea Party. ഇതിൽ പറയുന്നത് ബ്രിട്ടീഷ് ഗവൺമെൻറ് തേയില, ചായപ്പൊടിയുടെ നികുതി ഒരുപാട് ഇൻക്രീസ് ചെയ്തു. അത് വളരെയധികം എതിർപ്പ് അമേരിക്കക്കാരുടെ ഇടയിൽ ഉണ്ടാക്കി. അപ്പോൾ 1773 ഡിസംബർ 16 കുറച്ച് ആളുകൾ റെഡ് ഇന്ത്യൻസിൻ്റെ പോലെ വേഷം മാറിയിട്ട് ഈ തേയിലൊക്കെ എക്സ്പോർട്ട് ചെയ്യുന്ന കപ്പലിൽ കയറിപ്പറ്റി, അതായത് ബോസ്റ്റൺ ഹാർബറിലുള്ള ആ കപ്പലിൽ കയറി പറ്റിയിട്ട് എന്ത് ചെയ്തു, 342 ചെസ്റ്റ് ഓഫ് ടീ തേയിലയുടെ ബോക്സുകൾ ഉണ്ടായിരുന്നു. എക്സ്പോർട്ട് ചെയ്യുമ്പോൾ നല്ല വൃത്തിയുള്ള ബോക്സുകളിലൊക്കെ ആയിട്ട് പാക്ക് ചെയ്തിട്ടായിരിക്കുമല്ലോ. അപ്പോൾ അങ്ങനത്തെ ബോക്സുകൾ 342 ബോക്സുകൾ കടലിലേക്ക് എടുത്തെറിഞ്ഞു. ഈ ഒരു പ്രൊട്ടസ്റ്റിനെയാണ് എന്ത് പറയുന്നത്, ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെയും നമുക്കൊരു ക്വസ്റ്റ്യൻ ഉണ്ടാക്കാം. അപ്പോൾ ഇവിടെയുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വാട്ട് ഈസ് ബോസ്റ്റൺ ടീ പാർട്ടി? അപ്പോൾ അതിൽ ആ ബോക്സിൽ വളരെ ക്ലിയർ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ ബോക്സ് ഇപ്പോൾ ബോക്സിലുള്ളതെല്ലാം ഞാൻ ഒരു പ്രാവശ്യം വായിച്ചതാണ്. അപ്പോൾ അതാണ് അതിൻ്റെ ആൻസർ. ഇത് നിങ്ങൾ നോട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ എല്ലാവരും നോട്ട് ചെയ്തല്ലോ. ഇനി നെക്സ്റ്റ് പറയുന്നത് ദ ഐഡിയോളജീസ് ഓഫ് സം തിങ്കേഴ്സ് ഓൾസോ സ്റ്റിമുലേറ്റഡ് ദ പീപ്പിൾ ഓഫ് ദ കോളനീസ് ടു ഫൈറ്റ് എഗൻസ്റ്റ് ദ എക്സ്പ്ലോയിറ്റീവ് ലോസ് ഓഫ് ദ ബ്രിട്ടീഷ്. അപ്പോൾ കുറേ ബ്രിട്ടീഷിൻ്റെ ഇങ്ങനെ എക്സ്പ്ലോയിറ്റീവായിട്ട് ചൂഷണം, വളരെയധികം ചൂഷണം ചെയ്യുന്ന ഈ ചൂഷണം മാത്രമല്ല, അതിനവർ നിയമങ്ങൾ വരെ ഉണ്ടാക്കുന്നു. അപ്പോൾ ഇതിലെല്ലാം മനം മടുത്തിട്ട് അല്ലെങ്കിൽ അവർക്ക് അതിൽ നിന്ന് രക്ഷപ്പെടണം എന്നുള്ള രീതിയിൽ അവരൊരുപാട് ട്രൈ ചെയ്തു. അതിൽ തന്നെ കുറേ തിങ്കേഴ്സിൻ്റെ ഐഡിയോളജിയും അവർക്ക് ഇതിനൊരു പ്രചോദനമായി എന്ന് പറയാം. അപ്പോൾ അങ്ങനെയുള്ള 2 തിങ്കേഴ്സിൻ്റെ പേരും അവിടെയുള്ള അവർ പറഞ്ഞതെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. ജോൺ ലോക്ക് എന്താണ് പറഞ്ഞത്? എവരിവൺ ഹാസ് സം ഫണ്ടമെൻ്റൽ റൈറ്റ്സ്, നോ ഗവൺമെൻറ് ഹാസ് ദ റൈറ്റ് ടു സസ്പെൻഡ് ദം. എല്ലാവർക്കും, എല്ലാ മനുഷ്യർക്കും എല്ലാവർക്കും എന്തുണ്ട്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഉണ്ട്, അതായത് അടിസ്ഥാനപരമായിട്ട് ചില അവകാശങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഗവൺമെൻറ്റിനും അത് നിർത്തിവെക്കാനുള്ള ഒരു പവറില്ല, അല്ലെങ്കിൽ അത് ശരിയല്ല എന്നുള്ളതാണ് ജോൺ ലോക്കിൻ്റെ അഭിപ്രായം. ഇനി പറയുന്നത് തോമസ് പൈൻ പറഞ്ഞത് ദർ ഈസ് സംതിങ് അബ്സേർഡ് ഇൻ സപ്പോസിങ് എ കോണ്ടിനെൻറ്റ്. അപ്പോൾ അതിൽ പറയുന്നത് നോർത്ത് അമേരിക്ക, അതിൽ ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, ബി പെർപ്പച്വലി ഗവേൺ ബൈ എ ഫോറിൻ പവർ. അതായത് ഇവിടുത്തെ ഫോറിൻ പവർ ഇംഗ്ലണ്ട്. അപ്പോൾ ഇംഗ്ലണ്ട് എന്നിട്ട് മെയിനായിട്ട് അല്ലെങ്കിൽ കോമൺ ആയിട്ട് പറഞ്ഞാൽ ഒരു കോണ്ടിനെൻറ്റിനെ അല്ലെങ്കിൽ ഒരു രാജ്യത്ത് വന്നിട്ട് വേറൊരു ആളുകൾ വന്നിട്ട്, വേറൊരു ഫോറിൻ പവർ എന്ന് പറഞ്ഞാൽ പുറമേ ഉള്ളൊരു ആളുകൾ വന്നിട്ട് ഭരിക്കുക എന്നുള്ളത് ഒരിക്കലും സമ്മതിക്കാൻ പറ്റാത്ത ഒരു ശുദ്ധ അസംബന്ധം എന്ന് തന്നെ പറയാൻ പറ്റുന്നതാണ് എന്നാണ് തോമസ് പൈൻ പറയുന്നത്. അതായത് ഇവിടെ നോർത്ത് അമേരിക്കയിൽ വന്നിട്ട് ഇംഗ്ലീഷ്, അതായത് ബ്രിട്ടീഷ് പീപ്പിൾ വന്ന് ഭരിക്കുക എന്നുള്ളത്, അതാണ് ഇവിടുത്തെ മീനിങ് പറയുന്നത് എന്നുള്ളത് ഒരിക്കലും സമ്മതിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണെന്നാണ് തോമസ് പൈൻ എന്നുള്ള തിങ്കർ പറഞ്ഞിട്ടുള്ളത്.
ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് വരുന്നത് ദ എൻറ്റയർ കോണ്ടിനെൻറ്റ് അസംബിൾസ്. അതിലെന്താ പറയുന്നത് നോക്കാം. ദ ഡെലിഗേറ്റ്സ് ഓഫ് ഓൾ ദ കോളനീസ് എക്സെപ്റ്റ് Georgia met at Philadelphia in 1774 to protest against the policies and rules imposed by England. അപ്പോൾ ഈ കോണ്ടിനെൻ്റ് അസംബിൾസിൽ പറയുന്നത് പിന്നെ അതിലോരോ സമ്മേളനങ്ങൾ നടത്തുകയാണ്. ഇതിനൊക്കെ എതിരായിട്ട് ഓരോ പ്രൊട്ടസ്റ്റ് ഉയർന്നു വരികയാണല്ലോ. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. ഈ കോളനീസിലൊക്കെ ഓരോ പ്രതിനിധികൾ ഉണ്ടാവുമല്ലോ, അവർ എല്ലാവരും കൂടി ഒത്തുചേർന്നു ഫിലാഡൽഫിയ എന്ന് പറയുന്ന സ്ഥലത്ത് ഇൻ 1774. അത് എന്തിനു വേണ്ടിയിട്ടാണ് ഒത്തുചേർന്നത്? ഈ ബ്രിട്ടീഷ് പോളിസീസിന് എതിരായിട്ട്. ഇംഗ്ലീഷുകാർ നടപ്പിലാക്കിയ ലോസ് അതിനൊക്കെ എതിരായിട്ട് അവർ ഫിലാഡൽഫിയയിൽ ഒരുമിച്ച് കൂടുകയാണ്. അപ്പോൾ എക്സെപ്റ്റ് ജോർജിയ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാ കോളനീസിലും വന്നു, പക്ഷേ ജോർജിയ എന്നുള്ള ആ കോളനിയിൽ നിന്ന് മാത്രം വന്നില്ല. ബാക്കി എല്ലാവരും അവിടെ അസംബിൾ ചെയ്യായിരുന്നു. ഇറ്റ് ഈസ് നോൺ ആസ് ദ ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്. അപ്പോൾ ഇതിനെയാണ് ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്, ഒന്നാമത്തെ വൻകര സമ്മേളനം എന്ന് പറയുന്നത്. സബ്സിക്വൻ്റ്ലി പീപ്പിൾ ഓഫ് ഓൾ ദ കോളനീസ് സബ്മിറ്റഡ് എ പെറ്റീഷൻ ടു ദ കിങ് ഓഫ് ഇംഗ്ലണ്ട്. അപ്പോൾ എല്ലാവരും ഈ കോളനീസിലെ എല്ലാ പ്രതിനിധികളും അവരുടെ ഒരു പെറ്റീഷൻ ഇംഗ്ലണ്ടിലെ രാജാവിന് സമർപ്പിക്കുകയാണ്. ദേ ഡിമാൻഡഡ് ദ റിവോക്കേഷൻ ഓഫ് ദ റെഗുലേഷൻസ് എൻഫോഴ്സ്ഡ് ഓൺ ഇൻഡസ്ട്രി ആൻഡ് കൊമേഴ്സ് ആൻഡ് നോട്ട് ടു ഇമ്പോസ് ടാക്സ് വിത്തൗട്ട് ദ അപ്രൂവൽ ഓഫ് ദ പീപ്പിൾ. അപ്പോൾ അതിലുള്ള അവരുടെ ഡിമാൻഡ് എന്തായിരുന്നു? ഈ എല്ലാ ടാക്സുകൾ ഈ ആളുകൾക്ക് സമ്മതത്തോടെ അല്ലല്ലോ ഈ ടാക്സ് ഒന്നും ഏർപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ആ ടാക്സുകളൊക്കെ ഒഴിവാക്കണം. അതുപോലെ തന്നെ റിവോക്കേഷൻ ഓഫ് ദ റെഗുലേഷൻ ഫോഴ്സ്ഡ് ഓൺ ഇൻഡസ്ട്രി. അപ്പോൾ ഇൻഡസ്ട്രികളുടെ മുകളിൽ ഇൻഡസ്ട്രികളുടെയൊക്കെ ഒരു എന്താ പറയുക, അപ്പോൾ നമ്മൾ പറഞ്ഞത് അവർ കോളനീസിലെ ആളുകളൊക്കെ ഒരു പെറ്റീഷൻ കൊടുത്തു. ആ പെറ്റീഷനിൽ അവർ പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇൻഡസ്ട്രിയിലും കൊമേഴ്സിലും ഒരുപാട് റെഗുലേഷൻസ് നിയന്ത്രണങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ബ്രിട്ടീഷുകാർ. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണം, അതൊക്കെ ഇല്ലാതാക്കണം എന്നാണ് ഒരു പെറ്റീഷനിൽ ഒരു കാര്യം. അടുത്തത് പറയുന്നത് എല്ലാ ടാക്സും ഒഴിവാക്കണം. ആളുകളുടെ സമ്മതത്തോടെ അല്ല അവർ ടാക്സ് പിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒഴിവാക്കണം എന്നാണ് രണ്ടാമത്തെ കാര്യമായിട്ട് അവർ പറഞ്ഞിരുന്നത്. ബട്ട് ദ കിങ് സെൻഡ് മിലിറ്ററി ഫോഴ്സ് ടു സപ്രസ് ദ പീപ്പിൾ. അപ്പോൾ ഈ ഒരു പെറ്റീഷന് മറുപടിയായിട്ട് അത് അവർ അംഗീകരിക്കുകയല്ല ചെയ്തത്. മറുപടിയായിട്ട് ഒരു മിലിറ്ററി ഫോഴ്സിനെ അയക്കുകയും ഇവരെ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഈ കോളനിക്കാരെ അടിച്ചമർത്തുകയാണ് ചെയ്തത്. അതിന് വേണ്ടിയിട്ട് ഫോഴ്സിനെ അയക്കുകയാണ് ചെയ്തത്. ദിസ് ലെഡ് ടു ദ വാർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ദ കോളനീസ്. അപ്പോൾ അതാണ് ഇംഗ്ലണ്ടും ഈ കോളനിക്കാരും തമ്മിലുള്ള ഒരു യുദ്ധത്തിലേക്ക് എത്തിച്ചത്. ദ സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഹെൽഡ് അറ്റ് ഫിലാഡൽഫിയ ഇൻ 1775 elected ജോർജ് വാഷിങ്ടൺ ആസ് ദ കമാൻഡർ ഇൻ ചീഫ് ഓഫ് ദ കോണ്ടിനെൻ്റൽ ആർമി. അപ്പോൾ എന്താ ദ സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ് എവിടെ വെച്ച് നടന്നു? ഫിലാഡൽഫിയയിൽ തന്നെ. ഇയർ 1775. അപ്പോൾ അവിടെ വെച്ച് അവർ ജോർജ് വാഷിങ്ടൺ എന്ന ആളെ എന്തായി കമാൻഡർ ഇൻ ചീഫായിട്ട് സെലക്ട് ചെയ്തു of the Continental Army. During this time, through the pamphlets titled Common Sense, Thomas Paine declared that it was wise for the Americans to break the ties with Britain. ഓക്കെ, അപ്പോൾ സെക്കൻഡ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്സിൽ അവരൊരു ലഘുലേഖ തയ്യാറാക്കിയിരുന്നു. അപ്പോൾ ഡ്യൂറിങ് ദിസ് ടൈം ത്രൂ ദ പാംഫ്ലെറ്റ്സ് ടൈറ്റിൽ കോമൺ സെൻസ്. അപ്പോൾ ആ കോമൺ സെൻസ് ആയിരുന്നു ആ ലഘുലേഖയുടെ പേര്. അതിൽ പറയുന്നത് തോമസ് പൈൻ പറയുന്നത് അദ്ദേഹം ഡിക്ലെയർ ചെയ്തത് എന്താണ്? അമേരിക്കൻസിന് ബ്രിട്ടീഷുമായിട്ടുള്ള ബന്ധം ബ്രേക്ക് ചെയ്യാണ് നല്ലത് എന്നാണ് അദ്ദേഹം ഡിക്ലെയർ ചെയ്തത്. ദ അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് ഇഷ്യൂഡ് the famous Declaration of Independence on 4th July 1776. അപ്പോൾ അവർ ഈ അമേരിക്കൻ കോണ്ടിനെൻ്റൽ കോൺഗ്രസ് അവരുടെ ഒരു ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസ് എന്ന് പറഞ്ഞ ഒരു ഡിക്ലറേഷൻ അത് 1776 പുറത്തിറക്കിയിരുന്നു. ദ ഡിക്ലറേഷൻ വാസ് പ്രിപ്പയർഡ് ബൈ തോമസ് ജെഫേഴ്സൺ ആൻഡ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അപ്പോൾ ഇത് തയ്യാറാക്കിയത് അവർ രണ്ടുപേരാണ്, തോമസ് ജെഫേഴ്സൺ അദ്ദേഹവും പിന്നെ ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അതിൻ്റെ ഒരു പാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്, ബോക്സ് കാണാം നിങ്ങൾക്ക്. ദ വാർ ബിറ്റ്വീൻ ഇംഗ്ലണ്ട് ആൻഡ് ദ കോളനീസ് ഇൻ നോർത്ത് അമേരിക്ക
that began with the Declaration of Freedom ended in 1781. അപ്പോൾ ഈ അമേരിക്കയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ഒരു യുദ്ധം അവസാനിച്ചത് 1781. അപ്പോൾ എങ്ങനെയാണ് അവസാനിച്ചത്? ഈ ഒരു ഡിക്ലറേഷനാണ് അതിന്, ഇവരുടെ ഫ്രീഡം ഡിക്ലറേഷൻ ഓഫ് അമേരിക്കൻ ഇൻഡിപെൻഡൻസ് എന്നുള്ള അതാണ് അതിന് വഴിവെച്ചത്. According to the Treaty of Paris in 1783, England ratified the freedom of 13 colonies. അപ്പോൾ അങ്ങനെ ട്രീറ്റി ഓഫ് പാരീസ് 1783 ആ സമയത്ത് എല്ലാ കോളനീസ്, നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 13 കോളനീസ് ഉണ്ട്, അവർക്ക് മുഴുവൻ അവരെന്ത് കൊടുത്തു? ഈ ബ്രിട്ടീഷുകാരെന്ത് കൊടുത്തു? ഫ്രീഡം അംഗീകരിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷൻ ഹെൽഡ് അറ്റ് ഫിലാഡൽഫിയ അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് ജെയിംസ് മെഡിസൺ ഫ്രെയിംഡ് ദ അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ജെയിംസ് മെഡിസൻ്റെ നേതൃത്വത്തിൽ നടന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കൺവെൻഷനിൽ വെച്ചിട്ടാണ് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നുള്ളത് ഫ്രെയിം ചെയ്തത്. അങ്ങനെ ജോർജ് വാഷിങ്ടൺ became the president of the United States of America. അങ്ങനെ ജോർജ് വാഷിങ്ടണിനെ അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ട് അവർ തിരഞ്ഞെടുക്കുകയും ചെയ്തു. The American War of Independence transformed the system existed there. അപ്പോൾ അമേരിക്കയിൽ ഉണ്ടായിരുന്ന എന്തൊക്കെ സിസ്റ്റം ഉണ്ടോ അതിനെയൊക്കെ മാറ്റിമറിച്ചു ഇത് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ്. It greatly influenced the later history of the world in different ways. അപ്പോൾ ഈ ഒരു അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് എന്നുള്ളത് പിന്നീടുള്ള ലോക ചരിത്രത്തിൽ തന്നെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. അതൊരു മാറ്റം വരുത്താനുള്ള ഒരു കാരണം ആയി എന്നാണ് പറയുന്നത്. ഇനി നമുക്കിതിന്ന് വരുന്ന ക്വസ്റ്റ്യൻസ് ഏതാണെന്ന് നോക്കാം. ഒന്നാമതായിട്ട് നമുക്ക് പറയാം, വാട്ട് ഈസ് ദ ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്? വാട്ട് ഈസ് ദ ഫസ്റ്റ് കോണ്ടിനെൻ്റൽ കോൺഗ്രസ്? അപ്പം അതിനെക്കുറിച്ച് നമുക്ക് ആൻസർ എഴുതാം. The delegates of all the colonies except Georgia met at Philadelphia in 1774 to protest against the policies and rules imposed by England. It is known as the First Continental Congress. People of the colonies submitted a petition to the King of England. They demanded the revocation of the regulations enforced on industry and commerce and not to impose tax without the approval of the people. അതാണ് ആൻസർ. ഒന്നുകൂടി വായിക്കാം. The delegates of all the colonies except Georgia met at Philadelphia in 1774 to protest against the policies and rules imposed by England. It is known as the First Continental Congress. People of the colonies submitted a petition to the King of England. They demanded the revocation of the regulations enforced on industry and commerce and not to impose tax without the approval of the people. ഇത്രയാണ് ആ ക്വസ്റ്റ്യൻ്റെ ആൻസർ. Now second question, what is Second Continental Congress? What is അല്ല ഒരു ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. What is Second Continental Congress? അതിൽ തന്നെയുള്ള ക്വസ്റ്റ്യനാണ്. What were the decisions made at Second Continental Congress? What is the Second Continental Congress and what were the decision made at the Second Continental Congress? Answer പറയാം. The Second Continental Congress held at Philadelphia in 1775 elected George Washington as the commander-in-chief of the Continental Army. The American Continental Congress issued the famous Declaration of Independence on 4 July 1776. The declaration was prepared by Thomas Jefferson and Benjamin Franklin.
ഇതാണ് ആൻസർ. ഒന്നുകൂടി ആൻസർ പറയാം. The Second Continental Congress held at Philadelphia in 1775 elected George Washington as the Commander-in-Chief of Continental Army. The American Continental Congress issued the famous Declaration of Independence on 4th July 1776. The declaration was prepared by Thomas Jefferson and Benjamin Franklin. അപ്പോൾ ഇത്രയാണ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസിനെ കുറിച്ച് നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ നോട്ട്സൊക്കെ നിങ്ങൾ റെഡിയാക്കി വെച്ചിട്ടുണ്ടാവും. അത് നന്നായി നോക്കി പഠിക്കുക. ഇനി അടുത്ത് പറയാൻ പോകുന്നത് ഫ്രഞ്ച് റവല്യൂഷനാണ്. അത് അടുത്ത വീഡിയോയിൽ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ താങ്ക് യു.